ഉമ്മൻചാണ്ടി CPM-നെ ഊക്കി വിട്ട ഒരു സിനിമ തന്നെയാണ് പ്രതിച്ഛായ. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയായിട്ട് ഈ സിനിമയിൽ വലിയ സാമ്യമൊന്നുമില്ല, ചിലപ്പോൾ ക്യാരക്ടറൈസേഷനിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും ചേർത്തിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അത് വെറും ഒരു നുണ മാത്രമാണ്. ഈ സിനിമയിൽ ഉമ്മൻചാണ്ടി സോളാറും എല്ലാം വന്നിട്ടുണ്ട്. മന്ത്രിയുടെ പേരും കേസിന്റെ പേരും മാറ്റിയപ്പോൾ അത് വേറൊരു സാങ്കല്പിക കഥയാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം കാണണം നമ്മൾ പൊട്ടന്മാരല്ലോ. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 2012 മുതൽ കേരള രാഷ്ട്രീയത്തെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുമെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ആവും. ഇതിലൊരു അച്ഛൻ-മകൻ റിലേഷൻഷിപ്പ് ആണ് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. പക്ഷെ അധികാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. വിജയകുമാറിന്റെ ഒരു പഴയ സിനിമയുണ്ട് ലീഡർ പറഞ്ഞിട്ട്, അതുപോലെ ജയറാമിന്റെ പൗരൻ, പിന്നെ ഒടുവിൽ ഇറങ്ങിയ മെക്സിക്ക ഭാരത, ഇതെല്ലാം CPM-നെ അനുകൂലിച്ച് പറഞ്ഞ സിനിമയാണ് എന്നാണ് എല്ലാവരുടെയും വിചാരം. അവർ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ആരെയും കൊന്നുകളയും എന്ന് തന്നെയാണ് ആ സിനിമയിൽ പറയുന്നത്. പക്ഷെ അതിനെ ഹീറോയിക്കായിട്ട് കാണിച്ചപ്പോൾ CPM-കാർ തന്നെ ആ സിനിമേനെ ആഘോഷിക്കുകയാണ് ചെയ്തത്. അതേ തന്നെ ഈ സിനിമയിലും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉൾപാർട്ടി സമരം, അവർ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യണത്, കോൺഗ്രസ്സിൽ വരുന്ന ഒരു കേസ് CPM-കാർ എങ്ങനെ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നതൊക്കെ ഈ സിനിമയിൽ പക്കയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അച്ഛൻ്റെ വീട് പോയ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നായകൻ ഇതിൽ ഇറങ്ങി പുറപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് ആളെടുക്കുന്ന തീരുമാനങ്ങൾ, പേഴ്സണൽ ബ്രാൻഡിങ്, മാനിപ്പുലേഷൻ ടാക്ടിക്സ്, അതൊക്കെയാണ് ഈ സിനിമയിൽ. അതായത് രാഷ്ട്രീയം പറയുന്ന ഒരു ട്രിപ്പീസ് കളിയാണ്. ആ ട്രിപ്പീസ് കളി എങ്ങനെ കളിക്കുന്നുവോ, അത് എങ്ങനെ കളിക്കാൻ അറിയുന്നുവോ അവര് രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുണ്ടാവും എന്നാണ് ഈ സിനിമയും പറഞ്ഞു വെക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇതിൽ പ്രൊപ്പഗാണ്ട സിനിമയൊന്നുമല്ല, പക്ഷെ ഇത് ശരിക്കും ഒരു പ്രൊപ്പഗാണ്ട സിനിമ തന്നെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ തിരക്കഥയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അതാത് കാലഘട്ടത്തെ പൊളിറ്റിക്സ് എപ്പോഴും പറയും. സ്മാർട്ട് സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നത്തെ കാക്കനാട്ടിലെ IT പാർക്കിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. കാഴ്ചക്കുറുക്കിയ ഡയലോഗ്, ഒരു സെന്റിമെന്റ്സ് കഴിഞ്ഞാൽ അടുത്ത മാസ് അല്ലെങ്കിൽ ഒരു ഫൈറ്റ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ബി ഉണ്ണികൃഷ്ണന്റെ ഒരു പാറ്റേൺ. കാഴ്ചക്കുറുക്കിയ ഡയലോഗുകൾ ബി ഉണ്ണികൃഷ്ണന്റെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ മീറ്റർ പിടിക്കാൻ സീനിയർ നടന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഴിയാറുണ്ട്. ആ ഡയലോഗിന്റെ മീറ്റർ പിടിക്കാനും ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ബാലചന്ദ്ര മേനോന് കഴിഞ്ഞിട്ടുണ്ട്. അത് നിവിൻ പോളിക്ക് അത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ സീന് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടി നന്നായിട്ട് എലവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. ബി ഉണ്ണികൃഷ്ണൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരൊരു വില്ലന്മാരായി പോവുകയാണ് എന്നുള്ളത്. അങ്ങനെയല്ല, അധികാരത്തിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും എന്ന് തന്നെയാണ് സിനിമയിൽ പറയുന്നത്. എല്ലാവരും സെൽഫിഷ് ആണ് എന്ന രീതിയിലാണ് ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. നിവിൻ പോളിന്റെ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ ഒരേപോലെ തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അഴിമതി ചെയ്യാം, പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണോ എന്നുള്ളതിലെ കാര്യം എന്നുള്ളത് ബാലചന്ദ്ര മേനോൻ പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ബി ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷത്തെ വെളുപ്പിക്കാനാണ് ശ്രമിക്കാറ്. പക്ഷെ ഈ സിനിമയിൽ രാഷ്ട്രീയക്കാർ എല്ലാവരും കുറച്ച് മോശക്കാരാണ് എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.